ഈ സർഗസമ്പന്നനായ ഒരാളുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് വളരെ ബഹുമാനമുള്ള, ഇപ്പോൾ ഒ എൻ വി സാറിനെ ഞാൻ എത്ര സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ തന്നെ എനിക്ക് സ്നേഹബഹുമാനങ്ങളുള്ള ഒരു കവിയാണ് വൈലോപ്പിള്ളി. ഒ എൻ വി സാറിനും വൈലോപ്പിള്ളി വലിയ ബഹുമാനമാണ്. പക്ഷേ സാറിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നും. സരോജിനി ചേച്ചിക്ക് ഈ സർഗധൻ്റെ സവിശേഷ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പിന്നെ കഴിഞ്ഞതിൻ്റെ രഹസ്യം എന്താണ്? ഒരുപക്ഷെ വൈലോപ്പിള്ളിയിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ സർഗജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായി ഒരു സർഗാത്മക കുടുംബജീവിതവും നയിക്കാൻ ഒ എൻ വി സാറിന് കഴിയുന്നുണ്ടോ? എന്താ തുറന്ന് ഇതുപോലൊരു സന്ദർഭത്തിൽ പറയാൻ പറ്റില്ലേ? പരസ്പര സ്നേഹം കൊണ്ടേ അത് സാധിക്കുള്ളൂ. അങ്ങോട്ട് സ്നേഹമാണ്. ഇപ്പം ഇങ്ങോട്ട് ശുണ്ഠിയൊക്കെ അതേപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ മാതിരിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശുണ്ഠിയും ബഹളങ്ങളും എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മുടെ ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് വരികയല്ലേ, വേറെ ഒരാളുടെ കൂടെ. നമുക്ക് നേരിട്ട് ദൂരെ കണ്ട് ഇഷ്ടപ്പെട്ടാലും നമ്മൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ വേറെ ഒരു രീതിയിലല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ സർവ്വ ചുറ്റുപാടുകൾ മാറിയാണ് ഞാൻ ഇവിടെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക്. എനിക്ക് ഈ എറണാകുളത്തിന് ഇപ്പുറം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയേയില്ല. ലോകത്തിൻ്റെ അവസാനം എറണാകുളമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പഠിച്ചത് അവിടെയാണ്. അതുകൊണ്ട് ഉണ്ടശ്ശേരി മാസ്റ്റർ പറഞ്ഞ ലോകത്തിൻ്റെ അവസാനത്തിൽ നിന്നാണോ ഭാര്യയെ കണ്ടുപിടിച്ചത്? ശരിക്കും വേറെയാണ്. കടത്ത് കടന്നാണ് ഞങ്ങൾ ഇപ്പുറത്തോട്ട് തിരുവിതാംകൂറിലേക്ക് കടക്കണത്. അവിടെ അരൂര് വന്നിട്ട് നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുക. EMS സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നത് ഒരുപാട് കടത്ത് കടന്നിട്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇറങ്ങുന്നത് ശരിക്കും വേറെ ലോകം. ഭക്ഷണം, ആളുകളുടെ വർത്തമാനം, ആളുകളുടെ രീതികൾ, സ്വഭാവങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. സാർ എന്തിനാണ് സാറിൻ്റെ ശുണ്ഠി എടുക്കാറുള്ളത്? കൂടുതലും ഭക്ഷണ കാര്യത്തിലാണ് ദോഷം പറയുന്നത്. ഭക്ഷണ കാര്യത്തിൽ എന്നും വഴക്കിടും. ഭക്ഷണത്തിൽ ഡോക്ടർമാർ പറയുന്ന നിഷ്കർഷ പാലിക്കാതെ വരുമ്പോൾ ഞാനും എൻ്റെ മക്കളും എല്ലാം വഴക്കിടും. പിണങ്ങി എണീറ്റ് പോകാൻ വരെ നോക്കും. വേറെ ദുശീലമൊന്നും സാറില്ലാത്തത് കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തുകൂടെ? ദുശീലം ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നു. ഒരു സിഗരറ്റ് ഇങ്ങനെ മുറിച്ചതിന്റെ ചെറിയൊരു കഷ്ണമേ വലിക്കാറുള്ളൂ എന്നാണ്. അതൊക്കെ പിന്നെ മാറ്റാൻ നേരത്ത്. മറ്റേത് അങ്ങനെയല്ല, പാക്കറ്റ് തന്നെ കൈ കൊണ്ട് ഒരു സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ഗ്ലാസിന്റെ വെളിയിൽ നിന്ന് വലിച്ച് ഇങ്ങനെ കളഞ്ഞിട്ട് ക്ലാസ്സിൽ കയറി വരും. ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ കത്തിച്ചിട്ടാണ് അങ്ങ് മുകളിലോട്ട് സ്റ്റാഫ് റൂമിൽ പോണത്. അങ്ങനെ ചെയിൻ സ്മോക്കറായിരുന്നു. നല്ല അസുഖം വന്നിട്ടാണ് തന്നതാ നിർത്തി. ആര് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ ഭയങ്കര വാശിയാ. അതെല്ലാം ഒരു ആത്മനിയന്ത്രണത്തിന്റെ ഭാഗമായി സാറിന്. അല്ല, അത് പറഞ്ഞു എനിക്ക് തോന്നണം, എന്തെങ്കിലും ശീലങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നണം എന്ന് പറയാം. അത് തന്നെയാ, അങ്ങനെ തന്നെയാണ്. എനിക്ക് അത്തരം കാര്യങ്ങളിൽ നിയന്ത്രണമൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് സ്വയം കൽപ്പിച്ച് ഉപദേശിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം. അല്ല, സ്നേഹമുള്ള ഭാര്യ ആയതുകൊണ്ട് അവള് പറയണത് കുറച്ച് കേൾക്കണം എന്ന് അങ്ങനത്തെ ചിന്തയൊന്നും അങ്ങനൊന്നുമില്ല. അതിപ്പോൾ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചുള്ളതെന്ന് ഞാൻ അങ്ങോട്ടും പറയാനില്ല. പരസ്പര സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു. പരസ്പര സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മളെ ബഹുമാനിക്കാത്ത ഒരു സ്വാതന്ത്ര്യം അടിച്ചേൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവുമല്ലോ. അപ്പോഴാണ് നമ്മളതൊന്ന് പൊട്ടിച്ചാടുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മാറുന്നു. സ്നേഹത്തിന്റെ ഈ പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകമാണ്. സ്നേഹത്തിന്റെ പാരതന്ത്ര്യം, അത് കൊള്ളാമില്ല. അത് നല്ല പ്രയോഗമാണ്.